chi-square distribution ആണ് നോക്കാനുള്ളത്. Chi-square distribution is used to test hypothesis about the population variance based on the variance of a single sample. അപ്പോൾ നേരത്തെ നമ്മൾ ടി എന്തായിരുന്നു, മീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പോപ്പുലേഷൻ വേരിയൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് chi-square എന്ന് പറയുന്നത്. ഓൾസോ ബേസ്ഡ് ഓൺ എന്താണ്, വേരിയൻസ് ഓഫ് എ സിംഗിൾ സാമ്പിളാണ്. രണ്ട് സാമ്പിൾ ആയത് എന്താവും, എഫ് ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറും. ഒരു സിംഗിൾ സാമ്പിളിൻ്റെ ബേസിസിൽ നമ്മൾ പോപ്പുലേഷൻ വേരിയൻസിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് chi-square distribution. Chi-square distribution is a family of distribution that vary according to the number of degrees of freedom. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരാം, 1 വരാം, 2 വരാം, അങ്ങനെ ഏത് നമ്പർ വേണേ n വരെയുള്ളൊരു നമ്പറാണ് നമ്മൾ തൽക്കാലം വിചാരിക്കാം. അപ്പോൾ chi-square 1, അതായത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു chi-square ഡിസ്ട്രിബ്യൂഷനും chi-square 2, അതുപോലെ chi-square 3, അങ്ങനെ ഇതൊക്കെ തമ്മിൽ പ്രോപ്പർട്ടീസ് സെയിം പ്രോപ്പർട്ടീസ് അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ്, chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസിലും വ്യത്യാസം വരുന്നുണ്ട്. ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് സിംബലൈസ്ഡ് ബൈ ന്യൂ. ഈ ഒരു സിമ്പിളിന് നമ്മൾ ന്യൂ എന്നാണ് പറയുക. അപ്പം ന്യൂ വെച്ചിട്ടാണ്, n എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സൈസാണ്. അപ്പം നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഉപയോഗിക്കുക. സോ എ പെർട്ടിക്കുലർ chi-square ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി റെഫേർഡ് ആസ് chi-square, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ന്യൂ. ഇങ്ങനെയാണ് നമ്മൾ, അപ്പോൾ ആ ന്യൂ 1 ആണ്, 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, chi-square എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഒരു 1 ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു chi-square ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. chi-square distribution looks more like the normal distribution as new increases. നേരത്തെ നമ്മൾ ടിയിൽ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ chi-square distribution എന്താണ്, നോർമലിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. Unlike T distribution, the mean of chi-square distribution is not 0. നമ്മൾ നേരത്തെ പറഞ്ഞു chi-square T distribution എന്താണ്, സ്റ്റാൻഡേർഡ് നോർമലും തമ്മിലുള്ള സിമിലാരിറ്റീസിൽ രണ്ടിനും മീൻ 0 ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ chi-squareന് എന്താണ്, അതിൻ്റെ മീൻ 0 അല്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ. ആ പെർട്ടിക്കുലർ chi-squareൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണോ, ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 ആണെന്ന് വിചാരിക്കാം, അപ്പോൾ അതിൻ്റെ മീനും 4 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും മീനും സെയിം ആണ് chi-squareൻ്റെ കേസിൽ. The respective degrees of freedom. The most common use of chi-square distribution is psychological research is to evaluate the outcome of non-parametric test on categorical data. ഇപ്പോൾ കാറ്റഗറിക്കൽ ഡാറ്റയിൽ കണ്ടക്ട് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുടെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിയിൽ chi-square ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. The chi-square test statistic is given by, നേരത്തെ നമ്മൾ ടിക്ക് പഠിച്ചായിരുന്നു, എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1. അതുപോലെ chi-square സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് chi-square is equal to ns square ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ആണ്. ഈ ടേംസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്, എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ വേരിയൻസ് ആണ്, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വേരിയൻസാണ്. കണ്ടില്ലേ, ഇത് സാമ്പിൾ വേരിയൻസിൻ്റെ ടേംസിലല്ല ഇത് രണ്ടും വരുന്നത്. അതായത് chi-square നമ്മൾ പറഞ്ഞു സാമ്പിൾ പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, സാമ്പിൾ വേരിയൻസ് നോൺ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സാമ്പിൾ വേരിയൻസും ഉണ്ട്, പോപ്പുലേഷൻ വേരിയൻസും ഉണ്ട്. അതിൻ്റെ ബേസിസിലുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് chi-square എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി n-1. നമ്മൾ നേരത്തെ ടിയിൽ പറഞ്ഞതുപോലെ തന്നെ chi-squareൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്. സാമ്പിൾ സൈസ് എത്രയാണോ അത് -1. അപ്പോൾ അതിലെന്താണ്, ന്യൂ ഇസ് ഈക്വൽ ടു n-1 ആണ്, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു ദി മീൻ മ്യൂ. ഇത് തന്നെയാണ് അതിൻ്റെ മീനും, ഇതൊക്കെ ഈക്വലാണ്. ഇതാണ് ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ കേർവ് എന്ന് പറയുന്നത്. നോർമലിൻ്റെ സിമിലർ ആയിട്ടുള്ള ബെൽ ഷേപ്ഡ് കേർവ് തന്നെയാണ്, പക്ഷേ ഈ ഒരു ടെയിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും ടച്ച് ചെയ്യില്ല, അതായത് ഈ എക്സ് ആക്സിസും ഈ കേർവും ടച്ച് ചെയ്യില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇൻ chi-square ഓൺലി വൺ ടെയിൽ ടെസ്റ്റ് ഇസ് പോസിബിൾ. ഞാൻ chi-square ടേബിളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താ ടെയിൽ മാറ്റിയിട്ട് നമ്മൾ നോക്കുന്നില്ല, ഒറ്റതേ ഉള്ളൂ. എന്തുകൊണ്ട്, chi-squareൻ്റെ കേസിൽ നമുക്ക് വൺ ടെയിൽ ടെസ്റ്റ് മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇത് ഒറ്റ ടെയിലിലേക്ക് മാത്രമേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. Let degrees of freedom is equal to 20 and alpha is equal to 0.05. അതായത് ന്യൂ എന്ന് പറയുന്നത് 20 ആണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ്. ദെൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ഇസ് 31.41. നമ്മൾ എവിടെ കണ്ടുപിടിച്ചത്, നമ്മുടെ chi-square ടേബിളിൻ്റെ അകത്തു നിന്നാണ് ഈ സംഭവം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇഫ് യു ടേക്ക് മെനി സാമ്പിൾ ഓഫ് സൈസ് n and compute chi-square, the chi-square statistic, and the particular value is greater than the critical value, then the null hypothesis is true. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു chi-square സ്റ്റാറ്റിസ്റ്റിക്കിന് ഇക്വേഷൻ ഇല്ലേ, chi-square is equal to
NS²/σ². അപ്പോൾ ഞാൻ ഒരു പോപ്പുലേഷനകത്ത് നിന്ന് ഒരു സാമ്പിൾ ചൂസ് ചെയ്തു, എന്നിട്ട് ഈ എന്നിൻ്റെ വാല്യൂ അറിയാം, S² അറിയാം, σ² അറിയാം. ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് chi²ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സാമ്പിൾസ് ചൂസ് ചെയ്ത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ അവസാനം എന്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കോമൺ വാല്യൂ കിട്ടുമല്ലോ chi²ന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് chi² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ. നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ആൽഫയുടെയും ബേസിസിലാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ക്രിട്ടിക്കൽ വാല്യൂ ആൽഫേനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ഈ chi²ൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ. H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. The value of chi² alpha is tabulated such that probability of chi² greater than chi² alpha എന്ന് പറയുന്നത് ആൽഫയാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് നമ്മുടെ ഗ്രാഫിൻ്റെ ബേസിസിലാണ്. അതായത് ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക chi²ൻ്റെ. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് chi² ആൽഫ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ മുകളിലേക്കുള്ള ഈ പ്രോബബിലിറ്റി, ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയനാണ് ആൽഫ. ഇതാണ് ഈ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.